ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്ത് എന്ത് വഴിത്തിരിവാണ് വരുന്നത്, എന്തെങ്കിലും നന്മകൾ വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ടത് മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പിന്നെ കളക്റ്റീവ് റീഡിംഗ് ആണ്, ഞാൻ പയൽ വയ്ക്കുന്നില്ല. ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസണേറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്ത് വരുന്ന വഴിത്തിരിവ്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ടോ? ത്രോട്ട് ചക്രയാണ് ആദ്യം വന്നത്. മെറ്റീരിയൽ ഹാർവെസ്റ്റ് വന്നിട്ടുണ്ട്. റെസ്റ്റ് ആൻഡ് റിജുവിനേറ്റ് വന്നിട്ടുണ്ട്. മൂവ്മെൻറ്റ്, ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് വന്നിട്ടുണ്ട്. ഇൻഡ്യൂഷൻ, സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. ലവ് ബിഗിൻസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ടാരോ വെച്ചൊന്നത് ക്ലാരിഫൈ ചെയ്യാം. ത്രോട്ട് ചക്ര, മെറ്റീരിയൽ ഹാർവെസ്റ്റ്, സൺ കാർഡ്, Queen of Swords. Three of Swords ആണ് ബോട്ടം. ഇനി നമുക്ക് പേഴ്സ് വന്നിട്ടുണ്ട്. ടൈഗർ, പാരറ്റ്, വിമൻ, ലോബ്സ്റ്റർ, ബെല്ലാണ്. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയത് ത്രോട്ട് ചക്രയാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ത്രോട്ട് ചക്ര ആക്റ്റീവ് ആകുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ് നിങ്ങളുടെ ത്രോട്ട് ചക്രയിൽ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് പറ്റില്ല. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ആ ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ആക്കേണ്ട ആവശ്യമുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ അത് നിങ്ങളത് ശരിക്കും ഒരു ചെറിയ കാര്യമായിട്ട് കാണരുത്. നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ത്രോട്ട് ചക്രയുമായി ബന്ധപ്പെട്ട ആ ഒരു ഗ്ലാൻഡ് തൈറോയിഡ് ഗ്ലാൻഡാണ്, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ നീല ഡ്രസ്സുകൾ ധരിക്കുക. പിന്നെ ഇനി നിങ്ങൾക്ക് വരുന്നൊരു കാര്യം എന്ന് പറയുമ്പം ഈ ത്രോട്ട് ചക്ര ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ
ഹം എന്ന് ചാൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഹം എന്ന്. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ നിങ്ങളുടെ ആ വിശുദ്ധി ചക്രത്തെ ശരിക്കും അവിടെ ആ ഒരു വൈബ്രേഷൻ ശരിക്കും ഒരു ആക്റ്റീവ് ആക്കും നിങ്ങളെ. ആ ത്രോട്ട് ചക്ര ആക്റ്റീവ് ആക്കും. പിന്നെ ചിലപ്പോൾ ഇതിൽ പാട്ട് പാടാൻ കഴിവുള്ളതോ പ്രസംഗിക്കാൻ കഴിവുള്ളതോ ഒക്കെ ആരെങ്കിലും ഉണ്ടായിരിക്കാം. നേരത്തെ ചെയ്തിരുന്ന ആൾക്കാരും ആയിരിക്കാം. എന്തെങ്കിലും ഒരു ബ്ലോക്കേജസ് കൊണ്ട്, എന്തെങ്കിലും വന്ന ഒരു നെഗറ്റീവ് കൊണ്ടോ സാഹചര്യത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടോ നിങ്ങൾക്കത് മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ഒരു ബ്ലോക്കേജ് ആണെന്ന് മനസ്സിലാക്കി നിങ്ങളത് ഹീൽ ചെയ്യുക. ത്രോട്ട് ചക്ര ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹം ചാൻറ്റ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ട് എന്ന് കാണുന്നുണ്ട്. ഈ ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ടീച്ചിങ് ഒക്കെ ആഗ്രഹമുള്ളവർ, നേരത്തെ ടീച്ച് ചെയ്തിരുന്ന ആൾക്കാർ ചിലപ്പം ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെന്തെങ്കിലും ഒരു ബ്ലോക്കേജ് വന്നുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. അപ്പോൾ ഇനി തുടർന്ന് നിങ്ങൾക്ക് ആ ഒരു പ്രൊഫഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ആക്റ്റീവ് ആക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. ശരിക്കും അതൊരു വലിയ ബ്ലോക്കായിട്ട് ജീവിതത്തിൽ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. ചില ആൾക്കാർ നമ്മൾ പാട്ട് പാടാൻ അറിയാവുന്നവർ പാടിയാണ് അവരുടെ ഫ്യൂച്ചർ ആ ഒരു ഇതിലായിരിക്കും. ടീച്ചിങ്ങും അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ ഈ ഒരു ത്രോട്ട് ചക്രയിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ് വരുമ്പോൾ അവിടെ ആ ഒരു പ്രൊഫഷനേ പോകും. അപ്പോൾ അങ്ങനെയാണെന്നുള്ളവർ ഇത് കാണുന്നവർ നിങ്ങളുടെ ത്രോട്ട് ചക്ര ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയ മാറ്റം വരുത്തും എന്നാണ് കാണുന്നത്. മെറ്റീരിയൽ ഹാർവസ്റ്റ് ആണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു കാര്യം അതിൽ നിന്നൊരു ഫലം കിട്ടുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആൾക്കാർ ബിസിനസ് ചെയ്തതായിരിക്കാം. ആ ബിസിനസ് ഭയങ്കരമായിട്ട് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിങ്ങളെ എത്തിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് നിർത്തണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അതിന്ന് വളരെ പ്രോഫിറ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്താലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ശരിക്കും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇതൊരു കർമ്മഫലമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പാസ്റ്റിൽ ചെയ്ത നിങ്ങളുടെ നല്ല കർമ്മയുടെ ഫലം നിങ്ങളിലേക്ക് എത്തുന്നു. അപ്പോൾ അത് നിങ്ങൾ ഈ സമയം നിങ്ങൾ ആ ഒരു കർമ്മഫലത്തിൽ നിങ്ങളും വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ കുറേ കാര്യങ്ങൾ നന്മ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളും ചിന്തിക്കാൻ തുടങ്ങും, ഞാൻ പാസ് ചെയ്ത ആ ഒരു കാര്യത്തിൻ്റെ ഫലമാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ എന്തായാലും വളരെ പോസിറ്റീവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. അതും പാസ്റ്റ് ചെയ്ത കാര്യത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഒരു ഫിനാൻസ്. പിന്നെ റെസ്റ്റ് ആൻഡ് റെജുവിനായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ റൂട്ട് നല്ലതായിരിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ആ ഒരു റൂട്ട് നല്ലതാകണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് നമുക്ക് റെജുവിനേറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു പ്രപഞ്ചത്തിലെ ആ എനർജി നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം. കാരണം ഈ ഒരു കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടായി, ചിലപ്പം നിങ്ങൾക്ക് വളരെയധികം മാനസിക പ്രയാസത്തിലും നിങ്ങൾക്ക് ഒരു നന്മയും വരുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ടായിരിക്കാം. വളരെ ഡിപ്രഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒന്ന് റെജുവിനേറ്റ് ചെയ്യാനുള്ളൊരു സമയമാണ് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ആ ഒരു അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ്. അപ്പം നിങ്ങളല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞു പോയ ഒരു സമയം നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അപ്പം നമ്മളൊന്ന് റെജുവിനേറ്റ് ആയി കഴിയുമ്പോൾ ശരിക്കും പുതിയൊരു ഉന്മേഷം വരുന്നു എന്നുള്ളതാണ്. പുതിയതായി നിങ്ങൾ എന്തോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ സുഖമില്ലാതെ കിടന്ന ആൾക്കാരുണ്ടായിരിക്കാം ഇത് കാണുന്ന. അപ്പോൾ കുറച്ചതൊരു റെസ്റ്റ് പോലെ ആയിരുന്നിരിക്കാം. എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് അവരൊരു പുതിയ മനുഷ്യനായിട്ട് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ മൂവ്മെൻറ്റ് ആൻഡ് ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് ആണ്. അപ്പം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ കുറേ അധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. കുറേ ചോയ്സ് ഉണ്ടാകും. അത് റിലേഷൻഷിപ്പിലായിരിക്കാം കുറേ ചോയ്സ് വരുന്നത്, അല്ലെങ്കിൽ ജോലിയിലായിരിക്കാം,
അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കൃത്യമായുള്ള ഒരു ഡിസിഷൻ എടുക്കണം. നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ വളരെ ആലോചിച്ച് തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. കുറേ ചാൻസസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ടാണ് കുറേ ചാൻസ് വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ പെട്ടെന്ന് അത് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതെ ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുക എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇൻഡ്യൂഷനാണ്. ശരിക്കും നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇൻഡ്യൂഷൻ വരുന്നുണ്ട്. കാരണം ഈ ഒരു കാർഡ് മൂവ്മെൻറ്റ് ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് എന്ന് പറയുന്ന കാർഡിൽ നിങ്ങൾക്ക് കുറേ ചോയ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ ചോയ്സ് എങ്ങനെ എന്ത് തീരുമാനിക്കണം എന്നുള്ളൊരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് വരാം. അപ്പം നിങ്ങൾ വ്യക്തമായി ആലോചിച്ച് നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങളിത് പുറത്ത് ആരോടും ഒരു ഗൈഡൻസിൻ്റെ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഒരു തേർഡ് ഐ ഒക്കെ ആക്റ്റീവ് ആകുന്നുണ്ടായിരിക്കാം. ഈ ത്രോട്ട് ചക്രയും ആക്റ്റീവ് ആകുന്നുണ്ട്, തേർഡ് ഐയും ആക്റ്റീവ് ആകുന്നുണ്ട്. കാരണം ഇതിൽ ശരിക്കും നിങ്ങളുടെ ഓരോ അപ്പർ ചക്രാസൊക്കെ ശരിക്കും ബ്ലോക്ക്ഡ് ആയിരുന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ തേർഡ് ഐ ബ്ലോക്ക്ഡ് ആയിരിക്കുമ്പോൾ നമുക്ക് ഇൻഡ്യൂഷൻസ് ഒന്നും കിട്ടില്ല. നമ്മളെ ബുദ്ധി ഒന്നും നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബുദ്ധി നന്നായിട്ട് വർക്ക് ചെയ്യൂല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഡ്യൂഷൻ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ തീരുമാനമെടുക്കാൻ. അപ്പം ഈ ഇൻഡ്യൂഷൻ അനുസരിച്ച് നിങ്ങൾ ഈ സമയത്ത് തീരുമാനമെടുക്കുന്നു എന്നാണ് ഈ കാർഡുകൾ പറയുന്നത്. നേരത്തെ എന്തെങ്കിലും കാര്യത്തിൽ പെട്ടെന്ന് എടുത്ത് തീരുമാനമെടുത്തിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ അനുസരിച്ചുള്ള തീരുമാനം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങൾ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നിരിക്കാം നിയർ പാസ്റ്റിൽ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും, അപ്പം എൻ്റെ സ്റ്റാൻഡ് ശരിയാണ് എന്നുള്ളൊരു ഇതുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ അനുസരിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. അത് ഒരു വലിയ വഴിത്തിരിവായിരിക്കും നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് എത്രമാത്രം കഴിവുണ്ട്, പവറുണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ട് ഈ സമയം. അപ്പം നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട് വേറെ ആരുമില്ലെങ്കിലും എനിക്ക് മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ മറ്റുള്ളവരും നിങ്ങളുടെ ആ ഒരു ഇപ്പം നമ്മളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആദ്യം കുറച്ച് എതിർപ്പുകളൊക്കെ വന്നെങ്കിൽ, അല്ലെങ്കിൽ കുറേയധികം എതിർപ്പുകൾ വന്നാലും നമ്മൾ ആ തീരുമാനത്തിൽ നിന്ന് മാറില്ല എന്ന് കാണുമ്പോൾ മറ്റുള്ളവർ പതിയെ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിക്കോളും. അപ്പോൾ നിങ്ങളെ കുറേയധികം ആൾക്കാർ ചിലപ്പോൾ എതിർത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യാൻ പോകുന്ന എന്തോ ഒരു കാര്യത്തിന് കുറേയധികം ആൾക്കാർ എതിർപ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് ചെയ്യരുത്, ശരിയാവില്ല, മുന്നോട്ട് പോകാൻ ശരിയാവില്ല. ചിലപ്പോൾ അതൊരു ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ റിലേഷൻഷിപ്പിൽ ഇത് ഒരു വാർണിംഗും കൂടെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഡിസിഷൻ ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വേണം. അല്ലാതെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് മാത്രം ഒരു റിലേഷൻഷിപ്പ് ചിലപ്പം അത് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കരുത്. നമ്മളുടെ മനസ്സിൽ ഇത് വിട്ട് കളയാൻ പറ്റൂലല്ലോ, പാസ്റ്റിൽ ഇങ്ങനെ ആയിരുന്നില്ലേ എന്നൊക്കെ ചിന്തിച്ച് അതൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. ചില ആൾക്കാർക്ക് ഈ ഒരു കാര്യം വളരെ നല്ലതാണെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ, എനിക്ക് ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക എന്ന് പറയുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജ് അല്ല, കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ ചില ആൾക്കാർ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി. ചിലപ്പോൾ മറ്റുള്ളവരെല്ലാവരും പറയുന്നുണ്ടായിരിക്കും നീ ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത്, സ്റ്റോപ്പ് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ ഇനി വേറൊരാളിനും അവിടെ എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും, എൻ്റെ തീരുമാനം ഇതാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെ മറ്റുള്ളവർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഈ ഒരു തീരുമാനം വളരെ നല്ലതാണെന്ന് മറ്റുള്ളവരും ചിന്തിക്കും, നിങ്ങളും ചിന്തിക്കും. അപ്പോൾ അതൊരു വലിയ വഴിത്തിരിവാകും എന്ന് കാണുന്നുണ്ട്. ഫുൾ കാർഡാണ്. പുതിയ തുടക്കമാണ്. നിങ്ങൾ ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയെന്നാണ് കാണുന്നത്. തുടങ്ങും ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു ഓവറോൾ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരും.
ചിലപ്പോൾ മുന്നേ നിങ്ങൾ മറ്റുള്ളവരുടെ എല്ലാവരുടെ അഭിപ്രായം കേൾക്കുമായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്തോട്ടെ, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ എല്ലാവരോടും നിങ്ങൾ അഭിപ്രായം ചോദിക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ പെർസ്പെക്റ്റീവിലൂടെയാണ് കാര്യങ്ങൾ പറയുന്നത്. അവരുടെ ലൈഫ് വേറെ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവരുടെ കണ്ണിലൂടെ കുറച്ച് കാര്യങ്ങൾ കണ്ട് നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞു തരും. പക്ഷെ നിങ്ങളുടെ ജീവിതം വേറെയാണ്, നിങ്ങളുടെ കാഴ്ചപ്പാട് വേറെയാണ്. അപ്പോൾ അത് ഒരിക്കലും നിങ്ങൾക്ക് ചിലപ്പോൾ മാച്ച് ആകണമെന്നില്ല. അപ്പോൾ നിങ്ങളിത് ഒറ്റയ്ക്ക് മതി. ഇപ്പം എനിക്ക് പറ്റും, എനിക്ക് കഴിവുണ്ട്, ഞാനത് ചെയ്യാൻ എനിക്ക് പ്രാപ്തനാണ് എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ആ ഒരു കാര്യം നിങ്ങളെ വളരെ സക്സസ്സിലെത്തുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാർ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ്ട എന്ന് വിചാരിച്ച് മറ്റുള്ളവർ നിരുത്സാഹപ്പെടുത്തിയിരുന്ന കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നു. കാരണം ഇത് 7 of Wands ആണ്, ഇത് ടൈഗറും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ ഡൂയിങ് സംതിങ് റിസ്കി, ടേക്കിങ് എ ചാൻസ്. അപ്പം നിങ്ങളൊരു ചാൻസ് എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ എതിർത്ത കാര്യമായാലും നിങ്ങളിൽ വിശ്വാസം വന്ന് നിങ്ങളത് ചെയ്ത കാര്യം, ചിലപ്പോൾ ഇത് ആൾറെഡി നിങ്ങൾ പാസ്റ്റിൽ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇത് എല്ലാവർക്കും ഒരേപോലെ അല്ല വരുന്നത്. ചിലപ്പോൾ ഇത് പ്രസൻറ്റിൽ നടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ നടക്കും. ചില ആൾക്കാർക്ക് ഇത് ആൾറെഡി കഴിഞ്ഞ കാര്യമായിരിക്കും. മറ്റുള്ളവരെല്ലാവരും എതിർത്ത് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് അത് ചെയ്ത് സക്സസ് ആക്കിയ ആൾക്കാരുണ്ടായിരിക്കും ഇതിനകത്ത്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കാരണം മറ്റുള്ളൊരു ഇത് കുറേ വേണ്ട എന്ന് പറഞ്ഞ കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ പാഷൻ ഇതായിരിക്കാം, അതുകൊണ്ട് നിങ്ങൾ ചെയ്ത കാര്യം എന്തായാലും അതിന് സക്സസ് ആയി എന്നുള്ളതാണ്. ന്യൂ ബിഗിനിങ് ആണ്, ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ചില കാര്യങ്ങൾ ബ്ലോക്ക്ഡ് ആയി കിടന്ന കാര്യങ്ങൾ ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ ചിലപ്പോൾ നിങ്ങൾ കുറേ അധികം എക്സാംസ് എഴുതി കാത്തിരുന്ന് അപ്പം നല്ല പോലെ നിങ്ങൾ ആ എക്സാം പ്രസൻറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് അത് പാസ്സാകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വളരെ വിഷമിച്ചിരുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങളതിൽ വളരെ ഹാപ്പി ആയിരിക്കും. അപ്പം അല്ലെങ്കിൽ ഈ സമയം ഇനി ഞാൻ എക്സാം ഒന്നും എഴുതാൻ പോകുന്നില്ല, എനിക്ക് വയ്യ എന്ന് വിചാരിച്ച് ശരിക്കും അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ ധൈര്യമായിട്ട് ഈ ഒരു എക്സാം എഴുതാം. ചില ആൾക്കാർ CA ആയിരിക്കാം, ചില ആൾക്കാർക്ക് യൂറോപ്പിൽ എവിടെയെങ്കിലും പോകാനുള്ള എക്സാംസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എക്സാം എഴുതി 1, 2, 3 ട്രയൽ നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളത് വിഷമിച്ചിരിക്കുന്നെങ്കിൽ ഈ തവണ നിങ്ങളൊന്ന് എക്സാം ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് സക്സസ് ഉറപ്പാണ് എന്നുള്ളതാണ്. പിന്നെ സൺകാർഡാണ്. അപ്പോൾ തൊട്ടടുത്ത് വന്നത് സൺകാർഡാണ്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലെ എഫേർട്ടിനെല്ലാം ഒരു സക്സസ് കിട്ടുന്ന ഒരു സമയമാണ്. സക്സസ് ആണ് സൺ എന്ന് പറയുമ്പം അത് വളരെ നിങ്ങൾക്ക് സന്തോഷം തരുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും മറ്റുള്ളവരെല്ലാവരും നിങ്ങൾ ഡീപ്രമോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പാസ്റ്റിൽ നടന്ന എന്തൊക്കെയോ കാര്യങ്ങളിൽ അയ്യോ ഇനി ഇത് പറ്റൂല, ഇനി ഇത് ശരിയാവൂല എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ അത് ഒരു പോസിറ്റീവാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഓരോരുത്തരുടെ എനർജി ഓരോന്നായിരിക്കും. ചില ആൾക്കാർക്ക് ഇതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് ഇതൊരു ട്രാവൽ ആയിരിക്കാം, ചില ആൾക്കാർക്ക് ഇതൊരു ബിസിനസ് ആയിരിക്കാം. അപ്പം നിങ്ങളുടെ സാഹചര്യവുമായി യോജിച്ചത് നിങ്ങൾ എടുക്കുക. എന്തായാലും പുതിയ എന്ത് കാര്യം നിങ്ങൾ തുടങ്ങിയാലും അത് സക്സസ് ആണെന്ന് കാണുന്നുണ്ട്. കുറേ കാലം കൊണ്ട് നിങ്ങൾ ആലോചിച്ചിരുന്നതാണ് ഇത് ചെയ്യണോ എന്ന്. അപ്പോൾ അത് ചെയ്താലും നല്ലതായിരിക്കും എന്ന് കാണുന്നുണ്ട്. പിന്നെ ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ കൺട്രോള് ശരിക്കും അത് നിങ്ങൾ തന്നെ ഏറ്റെടുത്തു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കാൻ തുടങ്ങിയെന്നാണ്. ശരിക്കും നിങ്ങൾ ചിലപ്പം പാസ്റ്റിൽ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ടിരുന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു ഫോക്കസ് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. നിങ്ങളെ ഫോക്കസ് ചെയ്തു, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സക്സസ് ഉണ്ടായി. പിന്നെ 6 of കപ്പിൻ്റെ എനർജിയാണ്.
പാസ്റ്റിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നാണ്. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ബ്രേക്കപ്പ് ആയി പോയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലിരുന്ന ആൾക്കാർ എന്തെങ്കിലും ആയിരിക്കാം. ചില ആൾക്കാർ നിങ്ങൾ പാസ്റ്റിൽ താമസിച്ച സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളത് ചിലപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യമായിരിക്കും. നിങ്ങൾ പാസ്റ്റിൽ താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ തിരിച്ചു പോകണം. ഒരു വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മെമ്മറീസ് ഒക്കെ ഉള്ളൊരു സ്ഥലമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ചെയ്ത ജോലിയായിരിക്കാം. പാസ്റ്റിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വളരെ നിങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നു, എന്തോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അതും തിരികെ കിട്ടുന്നു. അപ്പോൾ അതും വളരെ ഒരു വഴിത്തിരിവാണ് എന്ന് കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു എന്ന് തന്നെയാണ് ഓവറോൾ ഒരു ഇത് വരുന്നത്. ഈ ഒരു റീഡിങ്ങിൽ ഫുള്ള് കിട്ടുന്നത് നിങ്ങൾക്കൊരു വഴിത്തിരിവാകാനുള്ള കാരണം നിങ്ങളുടെ എന്തോ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാറ്റി. നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത കാര്യം, മറ്റുള്ളവർ പറഞ്ഞ് അത് ബ്ലോക്ക് ആക്കിയിരുന്ന കാര്യം, നിങ്ങളതൊക്കെ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയി. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും മറ്റുള്ളവർ ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും നിങ്ങൾക്ക് വേണ്ടത്ര ഒരു പ്രാധാന്യം മറ്റുള്ളവർ തരുന്നില്ല എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരിക്കാം. സെൽഫ് ലവ് ഒക്കെ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു റീഡിങ് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഫലം കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ ഹയറഫൻ്റ് ആണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ ചില ആൾക്കാർ ഒരു വിവാഹത്തിലേക്ക് പോകുന്നുണ്ടായിരിക്കും, ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെ കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെ സ്പിരിച്വൽ ആകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം തോന്നുന്നുണ്ട്. ചിലപ്പോൾ പണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഒരു വിശ്വാസവും തോന്നുന്നില്ലായിരിക്കും. ഇപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കുറച്ച് മെസ്സേജസ് വരുന്നുണ്ട്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഓരോ കാർഡ്സും അങ്ങനെ വരുന്നത് കൊണ്ടാണ്. നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ ബെല്ലാണ്. അനൗൺസ്മെൻറ്റ്, എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ വിവാഹം അനൗൺസ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളൊരു വീട് വെച്ചിട്ട് നിങ്ങളത് ഹൗസ് വാമിങ് നടത്താനുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ ഒരു പുതിയ വണ്ടി നിങ്ങൾ ബുക്ക് ചെയ്തത് കിട്ടുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട നിങ്ങളുടെ ലൈഫിൽ പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നൊരു സമയം വരാൻ പോകുന്നു എന്നുള്ളതാണ്. അത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ് തരും, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വഴിത്തിരിവ് ഉണ്ടാക്കും എന്നാണ്. ലോബ്സ്റ്ററാണ്. ഫിനാൻഷ്യൽ പിഞ്ച്. ചില ആൾക്കാർക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നത് മാറുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ. ഫിനാൻഷ്യൽ പിഞ്ച് ആയിരുന്നത് മാറുന്നു, പേഴ്സാണ്. അപ്പം നിങ്ങൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ ആ ഒരു ഫിനാൻസിൽ വളരെയധികം ശ്രദ്ധിക്കാതിരുന്നത് ഉണ്ടായൊരു ബുദ്ധിമുട്ടായിരിക്കാം. കാരണം പേ അറ്റൻഷൻ ടു യുവർ ഫിനാൻസസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ചിലപ്പോൾ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ ഈ ഒരു ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ പല വഴിയിലൂടെ പൈസ പോകുന്നുണ്ടായിരിക്കാം. പലരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ സ്റ്റാഫിനെയൊക്കെ പൂർണ്ണമായി ഏൽപ്പിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അതിലൂടെ എന്തെങ്കിലും ഒരു ചതിയൊക്കെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറുന്നു. നിങ്ങൾ കൂടുതൽ അല്ലെങ്കിൽ വിശ്വസ്തരായ ആരെങ്കിലും നിങ്ങൾ കമ്പനിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ ഒന്ന് വീണ്ടും ശരിയാണോ, കൃത്യമായിട്ടാണോ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഡീലീസ് ഓർ റിലേഷൻഷിപ്പ് വുമൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏതോ ഒരു ലേഡിയുമായിട്ടൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അതൊരു ബിസിനസ് റിലേഷൻഷിപ്പ് ആകാം, സൗഹൃദമാകാം, ഒരു മാരേജ് ആകാം, അങ്ങനെ ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. പാരറ്റാണ്. സം വിൽ ഗോസിപ്പ് അബൌട്ട് ആൾ യുവർ സീക്രറ്റ്സ് എന്നാണ്. അപ്പം ചില ആൾക്കാർക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം വരും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ആൾക്കാർ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഗോസിപ്പ് പറയുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഈ വ്യക്തിയെ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടാകാം.
പക്ഷേ ഈ സമയത്ത് നിങ്ങളത് ചില ഇൻഡ്യൂഷൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം കൂടെ നിൽക്കുന്നവരാണ് ഈ പാര വയ്ക്കുന്നതെന്ന്. നിങ്ങളിൽ നിന്നും എല്ലാ ബെനിഫിറ്റ് എടുക്കുന്ന ആൾക്കാർ നിങ്ങളെ പാര വയ്ക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഫിനാൻഷ്യൽ പിഞ്ചും ഈ ഒരു പേഴ്സും ഒക്കെ വന്നത്. നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം അവർ ചിലപ്പോൾ അത് മിസ്യൂസ് ചെയ്തത് ഈ സമയത്തായിരിക്കാം നിങ്ങൾക്കത് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അവരിലൊരു ട്രസ്റ്റ് പോവുകയോ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയം നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ കൂടെ നിൽക്കുന്നവരെ വിശ്വസിക്കുന്നതിന് പകരം നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങി, നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കാൻ തുടങ്ങി, നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം നിങ്ങളെ ബിസിനസ് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. ടൈഗറാണ്, ഡൂയിങ് സംതിങ് റിസ്കി, ടേക്കിംഗ് ചാൻസ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ കുറേയധികം ആൾക്കാരുമായി ചേർന്നിരുന്ന ഒരു കാര്യം നിങ്ങൾ ഒരു റിസ്ക് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചില ആൾക്കാർ ചിലപ്പോൾ കമ്പനിയിൽ നിന്ന് കുറേ ആൾക്കാരെ പിരിച്ചു വിട്ടിട്ടുണ്ടായിരിക്കാം. ഇവർ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആൾക്കാരായിരിക്കാം. എന്നാലും നിങ്ങളൊരു ചാൻസ് എടുക്കാമെന്ന് വിചാരിച്ചു, വേണ്ട. അപ്പോൾ ചില സമയം അറിയാമല്ലോ, നമ്മളുടെ സ്റ്റാഫിനെ പിരിച്ചു വിടുമ്പോൾ അവരായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ചതിക്കുകയും പറ്റുകയും ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ രഹസ്യങ്ങളും നമ്മുടെ ബിസിനസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവർ പുറത്തു പോയാൽ എന്ത് വേണോ അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സമയം നിങ്ങളൊരു ചാൻസ് എടുക്കുന്നു, ഒരു റിസ്ക് ആണെങ്കിലും നിങ്ങളൊരു ചാൻസ് എടുക്കുന്നു എന്നുള്ളതാണ്. വേണ്ട, എനിക്ക് വിശ്വസ്തരായ ആൾക്കാരെ മതി, ഇവരെ വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമുള്ളതാണ്. അല്ലാത്ത ആൾക്കാർ ഇപ്പം നല്ല സൗഹൃദത്തിലിരുന്നിട്ട് നമ്മളുടെ എല്ലാ ബെനിഫിറ്റും എടുത്ത് നമ്മളെ ഉപദ്രവിക്കുന്ന ആൾക്കാരെ വേണ്ടാന്ന് വയ്ക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യവും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരു ക്ലെൻസിങ് ആണ് നടക്കുന്നത് എന്നുള്ളതാണ്. വേണ്ടവർ മാത്രം നിങ്ങളുടെ ലൈഫിലുണ്ടാകും, വേണ്ടാത്തവരെ നിങ്ങൾ പൂർണ്ണമായും ചെയ്യുന്നുണ്ടായിരിക്കാം, അവരെ ഇനി വേണ്ടാന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ ഇവരെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർ കൂടെ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, എന്നാൽ അവർ നമ്മുടെ ലൈഫിലില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കാം. മറ്റുള്ളവർ നമ്മളെ പറ്റിക്കുന്നു, ചതിക്കുന്നു എന്ന് ക്ലിയർ ആയിട്ടൊരു എവിഡൻസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ പൂർണ്ണമായും വേണ്ടാന്ന് വയ്ക്കാനും പറ്റില്ല. അപ്പം അവരിൽ പ്രത്യേകിച്ചൊരു നമ്മളൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അവർ കൂടെ നിൽക്കുന്നുണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരും എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇത് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു, ഇതൊരു വഴിത്തിരിവാണ് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾ ഇത്രയും കാലം ചെയ്യാത്ത കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു വഴിത്തിരിവാകട്ടെ, എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ എനർജിയുമായി നമുക്കൊന്ന് ഒരു കണക്ഷൻ ഉണ്ടാകും. പിന്നെ ഇത് ആക്യുറേറ്റ് ആയിട്ട് തോന്നിയാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി.